The Modi, these principles he is not following. He is only harassing the state governments, and also he is crushing the poor people and women. We must stand united to safeguard our rights and preserve the democratic fabric of our nation. കേരളത്തെ മോദി സർക്കാർ അവഗണിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഇക്കാര്യം നിരന്തരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിളിച്ചു പറയാറുണ്ട്. കേരള ജനതയ്ക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ബോധ്യവുമുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ, കെ.എസ്. സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക്. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കേരള സർക്കാരിനൊപ്പം നിൽക്കുന്നതാണ്. തൃശൂരിലെ ജനമഹാസഭയിൽ പങ്കെടുത്ത് സംസാരിക്കവേ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. It has disproportionately affected marginalized communities, minorities and women. This trend highlights the failure of the Modi government to provide sufficient jobs for youngsters and sufficient opportunity in the country. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നു, ഫെഡറലിസത്തെ തകർക്കുന്നു എന്നീ വിമർശനങ്ങൾ ഖാർഗെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ചുരുക്കി പറഞ്ഞാൽ നവകേരള സദസ്സിലും മറ്റും മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞ കേന്ദ്രത്തിനെതിരായ വിമർശനമാണ് ഖാർഗെ അടുത്തിടെ തൊടുത്തുവിട്ടത്. കേരള വിരുദ്ധ മനോഭാവം അവരിൽ ഉടലെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാനത്തെ സ്വാഭാവികമായ വളർച്ച തടയുന്നതിനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് സ്വീകരിപ്പിക്കുകയാണ്. ഖാർഗെയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: മോദി സർക്കാരിന്റെ നയങ്ങൾ സാധാരണക്കാരെയും ന്യൂനപക്ഷങ്ങളെയും വനിതകളെയും ബാധിച്ചു. ഫെഡറലിസത്തെ തകർക്കാനാണ് കേന്ദ്ര ശ്രമം. സംസ്ഥാനങ്ങളെ ഞെരുക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. സാഹോദര്യം, പരസ്പര വിശ്വാസം എന്നീ ആശയങ്ങളിൽ മോദി വിശ്വസിക്കുന്നില്ലെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. യുവാക്കൾ തൊഴിൽ രഹിതരായി എന്നിങ്ങനെ നിരവധി വിമർശനങ്ങളാണ് ഖാർഗെ ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിൽ മോദി സർക്കാരിനെതിരെ അടിമുടി വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. They have ignored all other sectors and allowed them to die a slow death. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും 8-ാം തീയതി ദില്ലി ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ കേരളം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച സമരാഹ്വാനം മറ്റ് സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും ബംഗാൾ സർക്കാരും തമിഴ്നാട് സർക്കാരും എല്ലാം കേരളത്തിന്റെ പ്രതിരോധ വഴിയിലാണ്. ഡൽഹിയിലെയും പഞ്ചാബിലെയും ആം ആദ്മി സർക്കാരുകളും കേന്ദ്ര അവഗണനയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. 57,000 കോടി രൂപയാണ് കേരളത്തിന് കേന്ദ്രം നൽകേണ്ട ഫണ്ട്. ബംഗാളിന് നൽകാനുള്ളത് 18,000 കോടി രൂപയാണ്. ഇങ്ങനെ പോകുന്നു കണക്കുകൾ. സർക്കാരുകൾക്ക് പുറമെ ഫെബ്രുവരി 16-ന് കേന്ദ്രത്തിനെതിരെ കർഷക സംഘടനകൾ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ രാജ്യത്താകമാനം മോദി സർക്കാരിനെതിരായ വികാരം ശക്തിപ്പെടുമ്പോഴാണ് ഇത് കണ്ടില്ലെന്ന നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. പ്രതിപക്ഷത്തെയും കൂടെ കൂട്ടി കേരളം ഒറ്റക്കെട്ടായി സമരം ചെയ്യുക എന്ന ആശയമായിരുന്നു മുഖ്യമന്ത്രി ആദ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ ആശയം UDF തള്ളിക്കളയുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സമരം പ്രഖ്യാപിച്ചത് കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയല്ലാതെ കേരളം നേരിടുന്ന സാമ്പത്തിക അവഗണനയ്ക്കെതിരെ ഒരക്ഷരം കോൺഗ്രസ് പറയുന്നില്ല എന്നതാണ് വിചിത്രം. സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ വിയോജിപ്പും BJPയോടുള്ള സ്നേഹവും മാറ്റിവെക്കാൻ കേരളത്തിന്റെ ദില്ലി സമരത്തിന് മുൻപെങ്കിലും കോൺഗ്രസ് തയ്യാറാവേണ്ടതുണ്ട്.